സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇന്ന് പൂർണ്ണ തോതിൽ പുനരാരംഭിക്കും. എന്നാൽ കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. അരി എവിടെ സർക്കാരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റേഷൻ കടകൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കുന്നത്. കുടിശ്ശികക്കാരുടെയും പ്രശ്നം തൽക്കാലം അവസാനിപ്പിച്ചതോടുകൂടി അരി ഇനി ബുദ്ധിമുട്ടില്ല. മുദ്രാവാക്യം മാറ്റേണ്ടി വരുമോ എന്നൊരു സംശയമാണ് ഇപ്പോഴുള്ളത്. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ എന്തായാലും റേഷൻ വിതരണം പുനഃസ്ഥാപിക്കപ്പെടും. ഈ കോൺഗ്രസ് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ്, ഒരുപക്ഷെ ഒരാഴ്ച നീണ്ടുപോയേക്കാം എന്ന് കരുതി ഒരു സമരം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇന്ന് റേഷൻ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കും, അരിയൊക്കെ കിട്ടും എന്നാണ് തോന്നുന്നത്. അപ്പോൾ മുദ്രാവാക്യം മാറ്റേണ്ടി വരുമോ കോൺഗ്രസിന്? ഡോക്ടർ അരുൺകുമാർ, നേരത്തെ തന്നെ കോൺഗ്രസ് ആസൂത്രണം ചെയ്താണ് സംസ്ഥാന വ്യാപകമായി റേഷൻ വിതരണം സ്തംഭിക്കുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അരിയെവിടെ സർക്കാരെ എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള സമരമാണ്. അത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ്. റേഷൻ കടകൾക്ക് മുന്നിൽ ധർണയാണ്. ഈ കൃത്യമായി റേഷൻ വിതരണം നടത്തുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. സർക്കാർ പൂർണ്ണ പരാജയം എന്ന് ആക്ഷേപിച്ചാണ് ഈ സമരം നടത്തുന്നത്. ഇത് 2 ഘട്ടങ്ങളിലാണ് റേഷൻ സമരവുമായി ബന്ധപ്പെട്ട സമരം. 2ാം ഘട്ടം ഫെബ്രുവരി 6-നാണ്. അത് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലുള്ള ധർണയാണ്. ഇന്ന് സംസ്ഥാനതല ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിക്കും. ഏതായാലും സമരം നേരത്തെ ആസൂത്രണം ചെയ്ത സമാനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പൂർണ്ണ തോതിൽ റേഷൻ വിതരണം നടക്കാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിക്കാതെ മുന്നോട്ട് പോകാൻ KPCC തീരുമാനിച്ചത്. ഓക്കെ, താങ്ക് യു റോഷി. നേരത്തെ ഈ KPCCയുടെ മറ്റൊരു സമരം ഉണ്ടായിരുന്നല്ലോ. UDF ഇപ്പോഴും മലയോര സമരജാഥ നടത്തുന്നുണ്ട്. അത് വനഭേദഗതിയുമായി ബന്ധപ്പെട്ടായിരുന്നു സമരം നടത്താൻ തീരുമാനിച്ചിരുന്നത്. സമരം വരുന്നു, വലിയ പ്രതിഷേധം PVN വരെയൊക്കെ ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അതങ്ങ് പിൻവലിച്ചു. അതോടുകൂടി സമരത്തിലെ വലിയൊരു മൂർച്ച അങ്ങ് നഷ്ടപ്പെട്ടു. പക്ഷേ പിന്നീട് രാധയുടെ വിഷയമൊക്കെ വന്നു, വന്യജീവി സംഘർഷം ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റി. ഇപ്പോൾ റേഷൻ കടകൾ സമരം തുടരുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ പ്രതിപക്ഷത്തെയും അഭിനന്ദിക്കേണ്ടതുണ്ട്. ഒരു സാമൂഹിക വിഷയം രൂപപ്പെട്ട് വരുമ്പോൾ ഉടൻ തന്നെ ഒരു സമരത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്ന ഒരു അലേർട്ട്നെസ് അവർ കാണിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സർക്കാർ അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷമുണ്ട് എന്നത് കരുതി സർക്കാർ കൂടുതൽ അലേർട്ടാവും. നമുക്കത് മതിയല്ലോ. പ്രതിപക്ഷം കൂടുതൽ കരുത്തരാകുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. ഇന്നലെ ഞാൻ പ്രേക്ഷകരോട് റേഷൻ കടകളിലെ റേഷൻ വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് കേട്ടോ കഴിയുന്നത്. നമ്മളൊക്കെ കരുതുന്നത് പോലെ റേഷൻ വ്യാപാരികളെന്നൊക്കെ പറയുന്ന വലിയ കാശൊന്നും ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നുമല്ല. അവരുടെ കമ്മീഷൻ്റെ കണക്കൊക്കെ ഇന്നലെ നമ്മൾ വിശദീകരിച്ചപ്പോഴാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്ര കുറഞ്ഞ കമ്മീഷനിലാണ് അവർ ആ പണി എടുത്തുകൊണ്ട് നമ്മളെ ഊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. അതുകൊണ്ട് റേഷൻ വ്യാപാരികളുടെ ന്യായമായ ആവശ്യം സർക്കാർ പരിഗണിക്കണമെന്ന് ഒരിക്കൽ കൂടി അവർക്ക് വേണ്ടി നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്.